ഹലോ, ഇന്ന് നമുക്ക് ഞായറാഴ്ചത്തെ തിരക്കുകളെ കുറിച്ച് ചെറിയൊരു വ്ളോഗ് ചെയ്യാം. ഞാൻ വിചാരിക്കുക എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച മാത്രം നമുക്ക് ചെറിയൊരു വ്ളോഗ് ചെയ്താലോ എന്ന്. അബേല ഒച്ചയൊക്കെ അല്ലേ അമ്മ പറയട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഫുഡ് അധികം ഉണ്ടാക്കും. എല്ലാ ഞായറാഴ്ച അങ്ങനെയാണ്, കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ടാവും. ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പം നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു, അപ്പം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. പിന്നെ ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് കുട്ടി എല്ലാവരും കഴിച്ചു. ഇനി ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതാക്കണം. വാ ചേട്ടങ്ങ് വാ. ഇന്ന് പരിപ്പ് കറി ആക്കാന്ന് വിചാരിക്കുക. പരിപ്പ് കറിയും പിന്നെ കോവയ്ക്ക തോരനും, പിന്നെ നമ്മൾ എന്നായിരുന്നു ബോട്ടി വാങ്ങിയിട്ടുണ്ട്, കപ്പ കപ്പ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കപ്പയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിവിടെ ഉണ്ടല്ലോ 3 പട്ടികളുണ്ട്. ആ പട്ടികൾക്ക് ഒരു കൂടാക്കണം. കൂടുണ്ട് ഇവിടെ, അതിന്റെ റൂഫ് ശരിയല്ല. അപ്പൊ അതും കൂടെ ആക്കിയിട്ട് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം കേട്ടോ. വീണേക്കല്ലേ, മാറിക്കേ, അടച്ചു വെക്കാം, മാറി ഇറങ്ങിക്കേ. വരട്ടേന്നോ? മുന്നേയൊക്കെ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പോട്ടിയൊന്നും കൂട്ടത്തില്ലായിരുന്നേ. എനിക്ക് ബീഫ് കഴിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ ബീഫും ഇങ്ങനെ പോട്ടി അങ്ങനത്തെ ഒന്നും കൂട്ടത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ പോട്ടിയൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് പോട്ടി ഉള്ളവരാണോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇവിടെ. ഇന്നലെ വാങ്ങിയതാ, അത് വെച്ചൊന്നുമില്ല, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതും കൂടെ ആക്കണം. ഇന്ന് വൈകുന്നേരം നമ്മളെ സിനിമ അടിക്കാൻ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനും പോണം. അപ്പൊ അങ്ങനെയാണ്. ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. അമ്മയും പേരമ്മച്ചും അലക്കിന്റെ പണിയാ. അതിലാണെങ്കിൽ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും തുറന്നിരിക്കുന്ന കണ്ടാൽ ഇറങ്ങിപ്പോവും. പെരക്കാത്തിരിക്കുന്നവന് ഇഷ്ടമല്ല. അതിൽ പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ, പക്ഷെ മൂട് പോലെ ഇരിക്കും. ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തോണ്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ഇരണ്ടാം. കപ്പയ്ക്കും വേണം, ചാറുകറിക്കും വേണം. ആര്? ഹലോ ഹലോ. ഫോണെടുത്ത് ആരോടോ വർത്താനം പറയുന്ന മാതിരി പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ പരിപ്പ് കറിക്കുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകവും കുറച്ച് കുഞ്ഞുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ തേങ്ങയ്ക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടു. ഇനിയിപ്പോൾ കോവയ്ക്ക തോരനും ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തകൃതിയായിട്ട് വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടി എടുക്കും, അത് കുറച്ച് നേരം ഓടിക്കും, പിന്നെ കൊണ്ട് പാർക്ക് ചെയ്യും, അടുത്തത് എടുക്കും, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചവിട്ടി ഓടിക്കാൻ പുള്ളിക്ക് അറിയത്തില്ല ഇതുവരെ. അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതിനും വറുത്തിട്ടു, അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി വെച്ചിട്ടേ ചിക്കൻ അങ്ങ് കഴുകിയെടുക്കാം. ചോറ് വേഗം കുറച്ചുകൂടെ സമയമുണ്ട്. ആ ചിക്കൻ അങ്ങ് പുരട്ടി വെക്കാം, മസാലയൊക്കെ അങ്ങ് പിടിക്കുമല്ലോ. നമുക്ക് ചിക്കൻ പുരട്ടി വെക്കാം കുറച്ച് നേരത്തേക്ക്. ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇതിൻ്റെ അകത്തൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലകളൊക്കെ വറുത്ത് ചേർക്കാം. ഇനിയിപ്പോൾ ഈ കപ്പ അങ്ങ് കൊത്തിയെടുത്തേക്കാവേ. ആ ഒരു സമയത്ത് ആബേലിന് ഉറക്കമായി. രാവിലെ ഉറങ്ങേണ്ടതാണ്, ഇതുവരെ ഉറങ്ങിയില്ല. അവൻ ഉറങ്ങിയൊരു 2.5 മണിക്കൂർ ഇനിയാ ഉറങ്ങിക്കോളും. ഇനി ബാക്കി മസാല ചേർക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് സവാള വഴറ്റി, പിന്നെ തക്കാളി വഴറ്റി, പിന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ട് ആ വെന്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ ഉച്ചക്കത്തെ കുറച്ച് ചക്ക വേവിച്ചതുണ്ടായിരുന്നു, അത് ഞാൻ കടുക് പൊട്ടിച്ചെടുത്തേ. നമ്മൾ ഉച്ചക്കത്തേക്ക് കപ്പ വേവിക്കുന്നില്ല കേട്ടോ. പോട്ടീൻ്റെ തൊലി പൊളിക്കാൻ കുറച്ച് സമയം വേണം. അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടേ ഉള്ളേ. അപ്പോൾ അത് രാത്രിക്കത്തേക്ക് കപ്പയും വേവിച്ച് കറിയും വെക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആവേൽ ഇത് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉറക്കച്ചടമൊക്കെ മാറി അവനെ ചോറൊക്കെ കഴിപ്പിക്കണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.